എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ സ്വപ്ന കെ വി, GVHSS ചെറുവണ്ണൂരിലെ ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് ടീച്ചറാണ്. ലൈബ്രറിയിൽ പോവാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ? നമുക്ക് എടുക്കേണ്ട ബുക്കിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ലൈബ്രറിയൻ ആ ബുക്ക് ഇപ്പോൾ അവിടെ ഉണ്ടോ, അതോ ഏത് ഷെൽഫിലാണ് അതുള്ളത്, എത്ര ബുക്സ് അതേ ബുക്ക് തന്നെ ഉണ്ട് എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു തരും അല്ലേ? അതെങ്ങനെയാണ് അവർക്ക് സാധ്യമാവുന്നത്? ശരിയായ രീതിക്ക് അവർ രജിസ്റ്ററിൽ രേഖപ്പെടുത്തി വെക്കുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു രജിസ്റ്റർ നമ്പർ ഉണ്ടാവും. നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും, ലാബ് റിപ്പോർട്ട്സും, ഡോക്ടേഴ്സ് കൺസൾട്ട് ചെയ്യുന്നതും മറ്റെല്ലാ രേഖകളും ആ ഫയലിൽ കീപ്പ് ചെയ്യുകയും ചെയ്യുന്നതായിട്ട് കാണാം. ഇത് നമുക്കൊരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഹെൽത്ത് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെയാണ് പൗൾട്രി ഫാമിലും അവരുടെ സുഖമായ പ്രവർത്തനത്തിനായിട്ട് ചില റെക്കോർഡ്സ് അവർ കീപ്പ് ചെയ്യാറുണ്ട്. അത് ഏതൊക്കെയാണ് റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്നത്, എങ്ങനെയാണ് റെക്കോർഡ്സ് ഉണ്ടാക്കുന്നത് എന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മനസ്സിലാക്കാൻ പോകുന്നത്. പൗൾട്രി ഫാമുകളിൽ ഡോക്യുമെന്റ്സ് അതല്ലെങ്കിൽ രജിസ്റ്റേഴ്സ് കീപ്പ് ചെയ്യുന്നതിന്റെ ആവശ്യകത എന്തെല്ലാമാണ് എന്ന് ഇനി നമുക്ക് നോക്കാം. ഇമ്പോർട്ടൻസ് ആൻഡ് നീഡ് ഓഫ് ഡോക്യുമെന്റേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ്. First one, measure profit and access the financial ability of the business. നമ്മുടെ പൗൾട്രി ഫാം ലാഭത്തിലാണോ നഷ്ടത്തിലാണോ നടന്നു പോകുന്നത് എന്നറിയാൻ വേണ്ടി റെക്കോർഡ് കീപ്പിംഗ് നമ്മെ സഹായിക്കുന്നു. പ്രൊവൈഡ് ഡാറ്റ ഫോർ ബിസിനസ്. പൗൾട്രി ഫാമിൽ നിന്നും ഇന്ന് എത്ര മുട്ട നമുക്ക് വിൽക്കാൻ പറ്റും, അതല്ലെങ്കിൽ എത്രമാത്രം ഇറച്ചി വിൽക്കാൻ പറ്റും, എത്ര ചിക്സിനെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ള ഡാറ്റാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ ഈ ഡാറ്റാസ് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ബിസിനസ് ഓപ്പറേഷൻസ് കറക്റ്റായിട്ട് നടന്നു പോവുകയുള്ളൂ. ഇതിനാവശ്യമായിട്ട് നമ്മൾ രജിസ്റ്റർ കീപ്പ് ചെയ്യേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അസിസ്റ്റ് ഇൻ ഒബ്റ്റൈനിങ് ലോൺസ്. ബാങ്കിൽ നിന്ന് ലോൺ ലഭിക്കണമെങ്കിൽ ബാങ്കിനെ നാം ബോധ്യപ്പെടുത്തണം നമുക്ക് തരുന്ന തുക നമുക്ക് തിരിച്ചടയ്ക്കാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ലോൺ കിട്ടുകയുള്ളൂ. അതിനാവശ്യമായിട്ടുള്ള ഡാറ്റ കാണിക്കാൻ റെക്കോർഡ് കീപ്പിംഗ് സഹായിക്കുന്നു. ഹെൽപ്സ് ടു മെഷർ ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ഇൻഡിവിജ്വൽ ഓപ്പറേഷൻസ്. പൗൾട്രി ഫാമിൽ ഒരുപാട് ഓപ്പറേഷൻസ് നടക്കുന്നുണ്ടാവും. മുട്ട വിൽക്കുന്നുണ്ടാവും, മീറ്റ് വിൽക്കുന്നുണ്ടാവും, അതുപോലെ തന്നെ ചിക്സിനെ വിൽക്കുന്നുണ്ടാവും, ഹാച്ചിങ് എഗ് വിൽക്കുന്നുണ്ടാവും. അപ്പൊ ഇത് ഏത് ഓപ്പറേഷൻസ് ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് ലാഭം തരുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ റെക്കോർഡ് കീപ്പിംഗ് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഈ ഓപ്പറേഷൻസ് ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്ന ഓപ്പറേഷൻസ് ഏതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ചിക്സിനെ പ്രൊവൈഡ് ചെയ്യുന്നത് വഴിയാണ് കൂടുതൽ ലാഭം, അല്ലെങ്കിൽ അതിനാണ് കൂടുതൽ ഡിമാൻഡ് എങ്കിൽ കൂടുതലും ചിക്സിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കൂട്ടാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു പ്രത്യേക ഭാഗത്ത് കൂടുതലായിട്ട് നമ്മുടെ ക്യാഷ് അല്ലെങ്കിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് നടത്താൻ പറ്റുന്നു. കൂടുതലായിട്ട് വലിയ ഹാച്ചറീസിലേക്ക് മാറാനും ഒക്കെ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുപോലെ ഇറ്റ് അസിസ്റ്റ് ഇൻ അനാലിസിസ് ഓഫ് ന്യൂ ഇൻവെസ്റ്റ്മെന്റ്. പുതുതായിട്ട് ഇൻവെസ്റ്റ്മെന്റ് എവിടെ ചെയ്യണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ റെക്കോർഡ് കീപ്പിംഗ് നമ്മളെ സഹായിക്കുന്നു. ഇറ്റ് ഓൾസോ ഹെൽപ്സ് ടു പ്രിപ്പയർ ഇൻകം ടാക്സ് റിട്ടേൺ. ഓരോ വർഷാവസാനവും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതുണ്ട്. അതിനാവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ ഡാറ്റാസ് റെക്കോർഡ് കീപ്പിംഗ് വഴി നമുക്ക് ലഭിക്കുന്നു. പൗൾട്രി ഫാമുകളിൽ കീപ്പ് ചെയ്യുന്ന രജിസ്റ്റേഴ്സിനെ പൊതുവായിട്ട് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ പ്രൊഡക്ഷൻ ഓർ ടെക്നിക്കൽ റെക്കോർഡ്സ്, സെക്കൻഡ് വൺ ഫിനാൻഷ്യൽ റെക്കോർഡ്സ്. പ്രൊഡക്ഷൻ ഓർ ടെക്നിക്കൽ റെക്കോർഡ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഫാമിൽ പ്രൊഡക്ഷൻ സൈഡ് റെക്കോർഡ് ചെയ്യുന്ന രജിസ്റ്റേഴ്സ്, അതായത് എഗ് പ്രൊഡക്ഷൻ റെക്കോർഡ്സ് ആവാം, മീറ്റ് പ്രൊഡക്ഷൻ ആവാം, അതുപോലെ തന്നെ ചിക്സ് ഹാച്ച് ഔട്ട് ചെയ്യുന്നത് റെക്കോർഡ് ചെയ്യുന്ന രജിസ്റ്റേഴ്സ് ആയിരിക്കാം. ഇങ്ങനെയുള്ള പ്രൊഡക്ഷൻ സൈഡ് റെക്കോർഡ് ചെയ്യുന്നതിനെ നമ്മൾ പ്രൊഡക്ഷൻ ഓർ ടെക്നിക്കൽ റെക്കോർഡ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. സെക്കൻഡ് ആൻഡ് ഫിനാൻഷ്യൽ റെക്കോർഡ്. ഇവിടെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള, അതല്ലെങ്കിൽ എത്രമാത്രം ടേൺ ഓവർ ഉണ്ട് എന്നുള്ളത് ആണ് റെക്കോർഡ് ചെയ്യുന്നത്. മുട്ട വിറ്റ് കഴിയുമ്പോൾ എത്രമാത്രം പൈസ നമുക്ക് കിട്ടുന്നുണ്ട്, എത്ര മുട്ടയുണ്ട് അതിനനുസൃതമായിട്ട് എത്ര രൂപ കിട്ടുന്നുണ്ട്. അതുപോലെ മീറ്റിന്റെ സെയിൽ വഴി, ചിക്സിന്റെ സെയിൽ വഴിയൊക്കെ കിട്ടുന്ന എത്ര രൂപ കിട്ടിയിട്ടുണ്ട് അത് ഡെയിലി വൈസ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ മന്ത്ലി ആയിട്ട് കൺസോളിഡേറ്റ് ചെയ്ത്
ഇയർലി നമ്മൾ കൺസോളിഡേറ്റ് ചെയ്ത് നമുക്ക് പ്രോഫിറ്റും ലോസും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന റെക്കോർഡ്സ് ആണ് ഫിനാൻഷ്യൽ റെക്കോർഡ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമ്മുടെ ഫാമിംഗ് വാരി ചെയ്യുന്നതിനനുസൃതമായിട്ട് റെക്കോർഡ്സും വാരി ചെയ്യും. അതായത് ലെയർ ഫാമിൽ കീപ്പ് ചെയ്യുന്ന റെക്കോർഡ്സ് ആവില്ല ബ്രോയിലർ ഫാംസിൽ കീപ്പ് ചെയ്യും. അതുപോലെ ഇവിടെ എന്നും കീപ്പ് ചെയ്യുന്ന റെക്കോർഡ്സ് ആവില്ല ഫീഡ് മിൽസിലോ ഹാച്ചറീസിലോ ഒക്കെ കീപ്പ് ചെയ്യുക. നേച്ചർ ഓഫ് ഫാമിംഗ് അനുസൃതമായിട്ട് നമ്മുടെ റെക്കോർഡ്സ് വ്യത്യാസം വരുന്നു. അതുപോലെ തന്നെ വോളിയം ചേഞ്ച് ചെയ്യുന്നതിനനുസൃതമായിട്ടും റെക്കോർഡ്സിന്റെ എണ്ണം കൂടുകയും കുറയുകയും ഒക്കെ ഉണ്ടാകും. ഫാമുകളിൽ കീപ്പ് ചെയ്യുന്ന റെക്കോർഡ്സ് ഇനി ഏതെല്ലാമാണെന്ന് നമുക്ക് പരിചയപ്പെടാം. ഓരോന്നായിട്ട് നമുക്ക് ഇനി പരിചയപ്പെടാം. ഫസ്റ്റ് വൺ, അറ്റൻഡൻസ് ആൻഡ് ഡെയിലി വേജസ് രജിസ്റ്റർ. ദിവസേന ഫാമുകളിൽ ജോലിക്കായിട്ട് വരുന്ന ആൾക്കാരുടെ പേര് വിവരങ്ങളും അതുപോലെ തന്നെ അവർക്ക് കൊടുക്കുന്ന വേതനവും മാർക്ക് ചെയ്ത് വെക്കുന്ന രജിസ്റ്ററാണ് അറ്റൻഡൻസ് ആൻഡ് ഡെയിലി വേജ് രജിസ്റ്റർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നെക്സ്റ്റ് രജിസ്റ്റർ ഈസ് ബിൽഡിംഗ് രജിസ്റ്റർ. അതായത് ഫാമിനകത്തുള്ള ബ്രൂഡർ ഹൗസ്, ലെയർ ഹൗസ്, ഗ്രോവർ ഹൗസ്, അതുകൂടാതെ മറ്റുള്ള ബിൽഡിങ്സുകൾ ഏതൊക്കെയാണ്, അതുകൂടാതെ കിണറുകൾ, ചുറ്റുമതിൽ, റോഡ്, ഇതെല്ലാം ഈ രജിസ്റ്ററിൽ മാർക്ക് ചെയ്ത് വെക്കുന്നു. അതുകൂടാതെ ഈ സിവിൽ വർക്ക്സിന് നടക്കുന്ന എല്ലാ രീതിയിലുള്ള മെയിൻ്റനൻസ് വർക്കുകളും അതിനു വേണ്ടി വരുന്ന എക്സ്പെൻഡിച്ചറും ഈ രജിസ്റ്ററിലാണ് മാർക്ക് ചെയ്ത് വെക്കുന്നത്. നമുക്കറിയാം, ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ ഓരോ വർഷം കഴിയുന്നതിനനുസരിച്ച് അതിൻ്റെ വില കുറഞ്ഞു വരും. അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഓരോ വർഷം കഴിയുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന, അത് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വില കുറഞ്ഞു വരും. അതിനെയാണ് നമ്മൾ ആനുവൽ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഈ ആനുവൽ ഡിപ്രീസിയേഷൻ നമ്മുടെ ബിൽഡിങ്സിന്, ഫാമിലെ ബിൽഡിങ്സിനും ഉണ്ടായിരിക്കും. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുന്നതും ഈ രജിസ്റ്ററിൽ തന്നെയാണ്. ഓരോ വർഷം കഴിയുന്നതിനനുസരിച്ച് അടുത്ത രജിസ്റ്റർ എടുക്കുമ്പോൾ ഈ ആനുവൽ ഡിപ്രീസിയേഷൻ കുറച്ച് ആ ബിൽഡിങ്ങിൻ്റെ കോസ്റ്റായിട്ട് നമ്മൾ ഫോർവേഡ് ചെയ്ത് കൊണ്ടുവരും. അടുത്ത രജിസ്റ്ററിലേക്ക് ആ ഡിപ്രീസിയേഷൻ കുറച്ച വിലയാണ് നമ്മൾ ബിൽഡിങ്ങിന് കാണിക്കുക. എക്യുപ്മെന്റ് രജിസ്റ്റർ. നമ്മുടെ ഫാമുകളിലുള്ള എക്യുപ്മെന്റ്സ് റെക്കോർഡ് ചെയ്ത് വെക്കുന്ന രജിസ്റ്ററാണ് എക്യുപ്മെന്റ് രജിസ്റ്റർ എന്ന് പറയുന്നത്. അതായത് ഫാമിൽ സാധാരണ ഉണ്ടാവുന്ന എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത് ഫീഡ് മില്ലാവാം, ഫീഡ് പൊടിക്കുന്ന മില്ലുകളാവാം, അതുപോലെ വെഹിക്കിൾസ് ആവാം, കേജസ് ഉണ്ടാവാം, ഇൻക്യുബേറ്റേഴ്സ്, ഫീഡേഴ്സ്, വാട്ടേഴ്സ്, അതുപോലെ ഉള്ള എല്ലാ എക്യുപ്മെന്റ്സും ഈ രജിസ്റ്ററിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നു. അതെന്നാണ് വാങ്ങിയിട്ടുള്ളത്, അതിൻ്റെ സീരിയൽ നമ്പർ എത്രയാണ്, അതിൻ്റെ കോസ്റ്റ് എത്രയായിരുന്നു, പർച്ചേസിൻ്റെ സമയത്ത് അതിൻ്റെ കോസ്റ്റ് എത്രയാണ്, ഇനി അതിനെന്തെങ്കിലും റിപ്പയർ വർക്കുകൾ വരികയാണെങ്കിൽ ആ റിപ്പയർ വർക്കുകളെല്ലാം നമ്മൾ ഈ രജിസ്റ്ററിൽ മാർക്ക് ചെയ്ത് വെക്കുന്നു. ഓരോ വർഷം കഴിയുന്നതിനനുസരിച്ച് നമുക്കറിയാം അതിൻ്റെ വിലയ്ക്ക് ഒരു ഇടിവുണ്ടാവും. ആ ആനുവൽ ഡിപ്രീസിയേഷൻ, അതിന് നമ്മൾ ആനുവൽ ഡിപ്രീസിയേഷൻ എന്നാണ് പറയുന്നത്. ഈ ആനുവൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് ആ എക്യുപ്മെൻറ്റ്സിന് നമ്മൾ വിലയിടുകയും ആ വില നമ്മൾ അടുത്ത വർഷം ആവുമ്പോൾ ആ അടുത്ത എക്യുപ്മെന്റ് രജിസ്റ്ററിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യുന്നു. ഈ എക്യുപ്മെന്റ്സും അതുപോലെ എക്യുപ്മെന്റ്സിന്റെ വിലയും ഒക്കെ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുന്ന രജിസ്റ്ററാണ് എക്യുപ്മെന്റ് രജിസ്റ്റർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഫീഡ് ആൻഡ് ഫീഡ് ഇൻഗ്രീഡിയന്റ് രജിസ്റ്റർ. പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഫീഡിന് വേണ്ടിയിട്ടും ഫീഡ് ഇൻഗ്രീഡിയൻസിന് വേണ്ടിയിട്ടുള്ള രജിസ്റ്ററാണ് ഫീഡ് ആൻഡ് ഫീഡ് ഇൻഗ്രീഡിയന്റ് രജിസ്റ്റർ എന്ന് പറയുന്നത്. ഈ രജിസ്റ്ററിൽ ആദ്യത്തെ കുറേ പേജുകൾ ഓരോരോ ഇൻഗ്രീഡിയൻസിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെക്കുന്നു. ഈ രജിസ്റ്ററിൽ ഓപ്പണിംഗ് ബാലൻസ്, റെസീപ്റ്റ്, ഇഷ്യൂ ഡേറ്റ്, സ്റ്റോറേജ് ലോസ്, മാനുഫാക്ചറിങ് കോസ്റ്റ്, ക്ലോസിംഗ് ബാലൻസ്, ഇതെല്ലാം നമ്മൾ എഴുതി രേഖപ്പെടുത്തി വെക്കാറുണ്ട്. അതുപോലെ തന്നെ റിമാർക്ക് കോളത്തിലായിട്ട് സോഴ്സ് ഓഫ് പർച്ചേസ്, ഇൻവോയ്സ് നമ്പർ, ഡേറ്റ് ആൻഡ് കോസ്റ്റ് പെർ യൂണിറ്റ്, ഇതെല്ലാം നമ്മൾ എഴുതി വെക്കാറുണ്ട്. ഫീഡ് ഇൻഗ്രീഡിയൻസിൻ്റെ കോസ്റ്റ് ഓരോരോ കാലങ്ങൾക്കനുസൃതമായിട്ട് വ്യത്യാസം വരാറുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഫീഡ് കോസ്റ്റ് അറിയണമെങ്കിൽ ഓരോ ബാച്ച് വൈസ് ആയിട്ടുള്ള ഫീഡ് കോസ്റ്റ് കറക്റ്റായിട്ട് അറിയണമെങ്കിൽ ഈ ഫീഡ് ഇൻഗ്രീഡിയൻസിൻ്റെ കോസ്റ്റ് ശരിയായ രീതിയിൽ രേഖപ്പെടുത്തണം. ഫീഡ് അഡിറ്റീവ്സ് ആൻഡ് മെഡിസിൻ രജിസ്റ്റർ. പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഫാമിൽ ഉപയോഗിക്കുന്ന ഫീഡ് അഡിറ്റീവ്സിൻ്റെയും മെഡിസിൻസിൻ്റെയും അതുപോലെ വാക്സിൻസ്, ഡിസിൻഫെക്റ്റൻസ്, അതുകൂടാതെ ഉപയോഗിക്കുന്ന മറ്റുള്ള കെമിക്കൽസ്
പൊട്ടാസ്യം പെർമാംഗനേറ്റ്, ഫോർമാൽഡിഹൈഡ് ഇതുപോലുള്ള മറ്റുള്ള കെമിക്കൽസ് ഇതിന്റെ എല്ലാം കണക്ക് രേഖപ്പെടുത്തി വെക്കുന്ന രജിസ്റ്ററാണ് ഫീഡ് അഡിറ്റീവ് ആൻഡ് മെഡിസിൻ രജിസ്റ്റർ എന്ന് പറയുന്നത്. മറ്റുള്ള രജിസ്റ്ററിൽ ഉള്ളതുപോലെ ഓപ്പണിംഗ് ബാലൻസ്, റെസീപ്റ്റ്, ഇഷ്യൂ ഡേറ്റ്, ക്ലോസിംഗ് ബാലൻസ് എന്നിവയെല്ലാം തന്നെ ഈ രജിസ്റ്ററിലും രേഖപ്പെടുത്തി വെക്കാറുണ്ട്. റിമാർക്ക് കോളത്തിലായിട്ട് ഓരോരോ ഇൻഗ്രീഡിയൻസിന്റെയും ഓരോരോ പർച്ചേസിന്റെയും ഇൻവോയ്സ് നമ്പർ, ഡേറ്റ് ഓഫ് പർച്ചേസ്, കോസ്റ്റ്, സോഴ്സ് ഇവയെല്ലാം നാം രേഖപ്പെടുത്താറുണ്ട്. പെറ്റി ഐറ്റം രജിസ്റ്റർ or miscellaneous purchase register or expenditure register. ഫാമുകളിലെ സ്റ്റേഷനറി ഐറ്റംസ്, മിസ്ലേനിയസ് പർച്ചേസുകൾ, ബൾബ്, നെയിൽസ് ഇതെല്ലാം രേഖപ്പെടുത്തി വെക്കുന്ന രജിസ്റ്ററാണ് പെറ്റി ഐറ്റം റെക്കോർഡ്സ് എന്ന പേരിൽ, പെറ്റി ഐറ്റം രജിസ്റ്റർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഡേ ടു ഡേ എക്സ്പെൻഡിച്ചർ നമ്മളിതിൽ മാർക്ക് ചെയ്ത് വെക്കുന്നു. ഓരോ മാസവും കഴിയുമ്പോൾ അതിൻ്റെ ഒരു റിപ്പോർട്ട് നമ്മൾ ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ ആനുവൽ എക്സ്പെൻഡിച്ചർ റിപ്പോർട്ടും നാം ഉണ്ടാക്കുന്നു. ലെയർ ഫാം രജിസ്റ്റർ ഇതൊരു പ്രൊഡക്ഷൻ രജിസ്റ്റർ ആണ്. അതായത് നമ്മൾ പറഞ്ഞു 2 തരത്തിലുള്ള രജിസ്റ്റർ നമ്മൾ കീപ്പ് ചെയ്യുമെന്ന്, പ്രൊഡക്ഷൻ രജിസ്റ്ററും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ രജിസ്റ്ററും. അപ്പൊ ഇതൊരു പ്രൊഡക്ഷൻ രജിസ്റ്റർ ആണ്. ഓരോ ബാച്ചിനും ഓരോ സെപ്പറേറ്റ് ലെയർ ഫാം രജിസ്റ്റർ അത്യാവശ്യമാണ്. ഓരോ ബാച്ചും നമ്മുടെ ഫാമിലേക്ക് വരുമ്പോൾ ഓരോരോ രജിസ്റ്റർ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഈ രജിസ്റ്ററിൽ ഉണ്ടാവുന്ന ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഡേറ്റ് ഓഫ് എൻട്രി, അതായത് ഫസ്റ്റ് ഡേ ഹാച്ച് ഔട്ട് ചെയ്ത് ആദ്യമായിട്ട് നമ്മുടെ ഫാമിലേക്ക് കൊണ്ടുവരുന്ന ദിവസം മുതൽ ഉള്ള എല്ലാ ഡാറ്റാസും ഈ രജിസ്റ്ററിൽ വേണം. അതുപോലെ തന്നെ ഇത് കള്ള് ചെയ്യുന്നത് വരെയുള്ള എല്ലാ ഡാറ്റാസും നമ്മൾ ഈ രജിസ്റ്ററിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ നോക്കേണ്ടതാണ്. ഇപ്പൊ ഡേറ്റ് ഓഫ് പർച്ചേസ്, ഏജ് ഇൻ ഡേയ്സ്, ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ബേർഡ്സ്, മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ മരണനിരക്ക്, അതുപോലെ ഫീഡ് ഇഷ്യൂഡ് പെർ ബേർഡ്, ഫീഡ് പെർ ബേർഡ് പെർ ഡേ, എഗ് പ്രൊഡ്യൂസ്ഡ് ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പെർസെൻറ്റേജ് ഹെൻ്റെ എഗ് പ്രൊഡക്ഷൻ എത്രയാണ്, അതുപോലെ ഫീഡ് പെർ എഗ്, ഇതെല്ലാം നമ്മൾ നമ്മുടെ ലെയർ രജിസ്റ്ററിൽ മാർക്ക് ചെയ്യേണ്ട ഡാറ്റകളാണ്. അതുകൂടാതെ അതിൻ്റെ റിമാർക്ക് കോളത്തിലായിട്ട് ഡേറ്റ് ഓഫ് വാക്സിനേഷൻ, ഡേറ്റ് ഓഫ് ഡീബീക്കിംഗ്, മെഡിക്കേഷൻ, അല്ലെങ്കിൽ എന്തെങ്കിലും പോസ്റ്റ്മോർട്ടം നടക്കുകയാണെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്സ്, കൾഡ് ബേർഡ്സിന്റെ സെയിൽസ്, ഇങ്ങനെ തുടങ്ങിയ എല്ലാ ഇൻഫർമേഷൻസും നമ്മൾ അതിന്റെ റിമാർക്ക് കോളത്തിൽ മാർക്ക് ചെയ്ത് വെക്കുന്നു. എഗ് ഔട്ടേൺ രജിസ്റ്റർ ഇതൊരു പ്രൊഡക്ഷൻ രജിസ്റ്റർ ആണ്. ഒരു ഫാമിലുള്ള എല്ലാ ബാച്ചിന്റെയും, ഒരു ഫാമിൽ ഒന്നിൽ കൂടുതൽ ബാച്ചസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, എല്ലാ ബാച്ചിന്റെയും എഗ് ടേൺ ഓവർ മാർക്ക് ചെയ്ത് വെക്കുന്ന, രേഖപ്പെടുത്തി വെക്കുന്ന ഒരു റെക്കോർഡാണ് എഗ് ഔട്ടേൺ രജിസ്റ്റർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ രജിസ്റ്ററിൽ ഡേറ്റ്, ഓപ്പണിംഗ് ബാലൻസ് ഓഫ് എഗ്, ഓരോ ദിവസവും പ്രൊഡ്യൂസ് ചെയ്യുന്ന മുട്ടകൾ, ഓരോ ദിവസവും വിൽക്കുന്ന മുട്ടകൾ, ക്ലോസിംഗ് ബാലൻസ് ഓഫ് എഗ്, ഇതെല്ലാമാണ് മാർക്ക് ചെയ്ത് വെക്കാറുള്ളത്. അതുകൂടാതെ ഓരോ ദിവസവും പ്രൊഡ്യൂസ് ചെയ്യുന്ന പുള്ളറ്റ് എഗ് എന്ന് പറയുന്നത് മുട്ടയിട്ട് തുടങ്ങുന്ന കോഴികൾ ഇടുന്ന മുട്ടയാണ്. അതായത് അതിന്റെ സൈസ് വളരെ ചെറുതായിരിക്കും. ആ മുട്ടയുടെ വില, ഓരോ ദിവസവും വിൽക്കുന്ന പുള്ളറ്റ് എഗ്സ് വിൽക്കുന്ന വില, അതുപോലെ ബ്രോക്കൺ ആയിട്ടുള്ള എഗ്ഗുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ബ്രോക്കൺ സീലബിൾ എഗ്സ് ഉണ്ടാവും. ചെറിയ ഷെല്ലൊക്കെ പൊട്ടിയിട്ടുള്ള വളരെ ചെറുതായിട്ട് മൈന്യൂട്ടായിട്ടുള്ള പൊട്ടുള്ള മുട്ടകൾ ഉണ്ടാവും. അതിനെയാണ് ബ്രോക്കൺ സീലബിൾ എഗ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അങ്ങനെയുള്ള മുട്ടകൾ, അതിന്റെ വില, അത് വിൽക്കുന്നതിന്റെ വില, ഇതെല്ലാം മാർക്ക് ചെയ്ത് വെക്കുന്ന ഒരു രജിസ്റ്റർ ആണ് എഗ് ടേൺ ഓവർ രജിസ്റ്റർ. ഓരോ ദിവസവും എൻഡ് ചെയ്യുമ്പോഴും അതിന്റെ ടേൺ ഓവർ നമ്മൾ കൂട്ടി റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. അതുപോലെ തന്നെ ഓരോ മാസവും കഴിയുമ്പോൾ അതിന്റെ ഒരു കൺസോളിഡേഷൻ നമ്മൾ എടുക്കുന്നു. ഇയർ കഴിയുമ്പോൾ അതിന്റെ ഇയർലി കൺസോളിഡേഷൻ എടുത്തിട്ട് നെക്സ്റ്റ് ഇയറിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് പുതിയൊരു എഗ് ഔട്ട് ടേൺ രജിസ്റ്റർ ഉണ്ടാക്കി അതിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. ബ്രോയിലർ ഫാം റെക്കോർഡ്, ലെയർ ഫാം റെക്കോർഡ് പോലെ തന്നെ ബ്രോയിലർ ഫാം റെക്കോർഡ്, ഇതൊരു പ്രൊഡക്ഷൻ ഫാം റെക്കോർഡ് രജിസ്റ്റർ തന്നെയാണ്, പ്രൊഡക്ഷൻ രജിസ്റ്റർ തന്നെയാണ്. ഇവിടെ ഓരോ ബാച്ച് വൈസ് ആയിട്ടുള്ള ബേർഡ്സിന് സെപ്പറേറ്റ് ആയിട്ടുള്ള റെക്കോർഡ്സ് നമ്മൾ കീപ്പ് ചെയ്യുന്നു. ലെയർ ഫാമിൽ ചെയ്ത പോലെ തന്നെ ബ്രോയിലർ ഫാംസിലും ഓരോ ബാച്ച് വൈസ് സെപ്പറേറ്റ് ആയിട്ടുള്ള റെക്കോർഡ്സ് ആണ് നമ്മൾ കീപ്പ് ചെയ്ത് വരുന്നത്. ഇതിൽ സാധാരണയായിട്ട് ഉണ്ടാവുന്ന കോളംസ് എന്ന് പറയുന്നത് ബാച്ച് നമ്പർ, സോഴ്സ് ഓഫ് ബേർഡ്, അതുപോലെ
എത്ര രൂപ കൊടുത്താണ് നമ്മൾ അതിനെ റിസീവ് ചെയ്തത്, നമ്പർ ഓഫ് പെയ്ഡ് ആൻഡ് ഫ്രീ ചിക്സ് റിസീവ്ഡ്, ഡേറ്റ് ഓഫ് ഹാച്ച്, കോസ്റ്റ് പെർ ചിക്ക്, പിന്നെ ഏത് സ്ട്രെയിനിലുള്ള ബേർഡ്സ് ആണ്, ഇതെല്ലാം നമ്മൾ ഇതിൽ റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. ഇത് കൂടാതെ റെഗുലർ ആയിട്ടുള്ള ഫീഡ് ഇൻടേക്ക്, അതുപോലെ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ദ ബേർഡ്, പിന്നെ എന്തെങ്കിലും മോർട്ടാലിറ്റി ഉണ്ടെങ്കിൽ ആ മോർട്ടാലിറ്റി റേറ്റ്, ഇതെല്ലാം നമ്മൾ നമ്മുടെ ബ്രോയിലർ ഫാം റെക്കോർഡ്സിൽ കീപ്പ് ചെയ്യുന്നു. ഓരോന്നും ബാച്ച് ആയിട്ടായിരിക്കും ഈ റെക്കോർഡ്സ് കീപ്പ് ചെയ്ത് വെക്കുന്നുണ്ടാവുക. ഇത് കൂടാതെ അതിൻ്റെ റിമാർക്സ് കോളത്തിലായിട്ട് വാക്സിനേഷൻ ഡേറ്റ്, എന്തെങ്കിലും മെഡിക്കേഷൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മെഡിക്കേഷൻസ്, ഡെത്ത് ഉണ്ടാവുകയാണെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് അതിൻ്റെ കോസ് ഓഫ് ഡെത്ത് എല്ലാം നമ്മൾ അതിൻ്റെ റിമാർക്ക് കോളത്തിൽ മാർക്ക് ചെയ്ത് വെക്കുന്നു. ബ്രോയിലർ ഫാം റെക്കോർഡ് എന്ന് പറയുന്നത് ലെയർ ഫാം റെക്കോർഡിന് സിമിലർ ആണ്, പക്ഷെ ബേർഡ്സിൽ ഉണ്ടാവുന്ന വ്യത്യാസം, ബ്രോയിലർ ഫാമിൽ ബ്രോയിലർ ഫാം റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്നു, ലെയർ ഫാംസിലാവട്ടെ ലെയർ ഫാം റെക്കോർഡ്സ് ആണ് കീപ്പ് ചെയ്യുക. സാധാരണയായിട്ട് ബ്രോയിലർ കോഴികളെ നമ്മൾ 8 വീക്സ് വരെയൊക്കെയാണ് വളർത്തുക, 6 to 8 വീക്സ് വരെയാണ് നമ്മൾ വളർത്തുക. അതുകൊണ്ട് തന്നെ ഈ ബ്രോയിലർ ഫാം റെക്കോർഡ്സിൽ 56 കോളംസ്, ഓരോ ദിവസം ഓരോ കോളംസ് എന്ന രീതിയിൽ 56 കോളംസ് ആണ് ഉണ്ടാവുക. എന്നാൽ ചിലപ്പോൾ നമ്മൾ സെയിൽസ് അത് കഴിഞ്ഞ് നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ സെയിൽസ് എൻഡ് ചെയ്യുന്നത് വരെ, ഡേറ്റ് ഓഫ് ലാസ്റ്റ് സെയിൽ, ലാസ്റ്റ് ദിവസം സെയിൽ വരെയുള്ള റെക്കോർഡിങ്സ് നമ്മൾ ഈ ബ്രോയിലർ ഫാം റെക്കോർഡ്സിൽ ഉണ്ടായിരിക്കും. ഈ കോളത്തിലായിട്ട് സാധാരണയായിട്ട് ഉണ്ടാവുക ടോട്ടൽ ബോഡി വെയിറ്റ് ഓഫ് ദ ബേർഡ്, അതുപോലെ തന്നെ നമ്പർ ഓഫ് ബേർഡ് സോൾഡ്, പെർസെൻറ്റ് ഓഫ് മോർട്ടാലിറ്റി, ടോട്ടൽ ഫീഡ് കൺസ്യൂംഡ്, ഫീഡ് കൺവേർഷൻ റേഷ്യോ, കോസ്റ്റ് ഓഫ് ഫീഡ്, സെയിൽ പ്രൈസ് ഓഫ് ബ്രോയിലർ സോൾഡ്, കോസ്റ്റ് ഓഫ് ചിക്ക്, അതുകൂടാതെ മിസ്ലേനിയസ് കോസ്റ്റ്, ഇതെല്ലാം തന്നെ നമ്മൾ ബ്രോയിലർ ഫാം റെക്കോർഡ്സിൽ മാർക്ക് ചെയ്ത് വെക്കുന്നു. ഇതൊക്കെ ബേസ് ചെയ്തിട്ട് നമുക്ക് ആക്ച്വൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും, അതുപോലെ പ്രോഫിറ്റ് ആണോ അതല്ലെങ്കിൽ ലോസ് ആണോ, ഇതെല്ലാം നമുക്ക് കണക്കാക്കാൻ പറ്റും. ബാച്ചായിട്ട് നമ്മൾ ബ്രോയിലർ ഫാം റെക്കോർഡ്സ് ചെയ്യുന്നത് വഴി ഓരോ ബാച്ചും ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. മറ്റൊരു പ്രൊഡക്ഷൻ റെക്കോർഡാണ് ബ്രീഡർ ഫാം റെക്കോർഡ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ലെയർ ഫാം റെക്കോർഡ്സിനോട് സിമിലർ ആണ്. ബാച്ച് വൈസ് ആയിട്ട് തന്നെയാണ് ബ്രീഡർ ഫാം റെക്കോർഡ്സും നമ്മൾ ചെയ്യേണ്ടത്. ഓരോ ബാച്ച് വരുമ്പോഴും പുതിയ രജിസ്റ്ററുകൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതുവഴി നമുക്ക് ഓരോ ബാച്ചും ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു. ലെയർ ഫാം രജിസ്റ്ററിൽ നിന്നും ഇതിനൊരു വ്യത്യാസം, ബ്രീഡർ ഫാം റെക്കോർഡ്സിനുള്ള ഒരേ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ കോളം കൂടി ഇതിലുണ്ടായിരിക്കും. അതായത് ബ്രീഡേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഹാച്ചിങ് എഗ് പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് വളർത്തുന്നത്. അതുകൊണ്ട് തന്നെ ബ്രീഡർ ഫാം റെക്കോർഡ്സിൽ ഹാച്ചിങ് എഗ്ഗിന് വേണ്ടി ഒരു പ്രത്യേകം കോളം കൂടി ഉണ്ടായിരിക്കും. മറ്റൊരു റെക്കോർഡാണ് ഹാച്ചറി റെക്കോർഡ്സ്. ഇത് നമ്മുടെ എഗ് ഔട്ട് ടേൺ രജിസ്റ്ററിനോട് സിമിലർ ആണ്. എന്നാൽ എഗ് ഔട്ട് ടേൺ രജിസ്റ്ററിൽ നിന്നും അല്പം മോഡിഫൈഡ് ആയിട്ട് കുറച്ച് കോളംസും കൂടി ഉണ്ടായിരിക്കും. അതായത് ഈ റെക്കോർഡിൽ ഓപ്പണിംഗ് ബാലൻസ്, റിസീപ്റ്റ്, സെറ്റിങ്സ്, എത്ര എഗ്ഗ് സെറ്റ് ചെയ്തിട്ടുണ്ട്, സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് എഗ്ഗ് ഡിസ്കാർഡ് ചെയ്ത് പോകും. അപ്പം ഇങ്ങനെ എത്ര എഗ്ഗ് ഡിസ്കാർഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കണക്കുകൾ, അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ സെയിൽ ചെയ്യും എഗ്ഗ്, ഹാച്ചിങ് എഗ്ഗ് സെയിലുണ്ടാവും. അപ്പം അങ്ങനെ സെയിൽ ചെയ്ത ഹാച്ചിങ് എഗ്സിൻ്റെ എണ്ണം, അതുപോലെ സെറ്റിംഗ് കഴിഞ്ഞ് ഹാച്ചിങ് കഴിഞ്ഞ് പ്രൊഡ്യൂസ് ചെയ്ത ചിക്കിൻ്റെ എണ്ണം, ചിക്സ് സോൾഡ്, ചിക്സ് ഡിസ്കാർഡഡ്, ചിലപ്പോൾ നമുക്ക് ഡിഫക്റ്റീവ് ആയിട്ടുള്ള ചില ചിക്സുകളൊക്കെ ഉണ്ടാവാം. അങ്ങനെ വരുന്ന ചിക്സിനൊക്കെ നമുക്ക് ഡിസ്കാർഡ് ചെയ്ത് കളയേണ്ടി വരും. അങ്ങനെയുള്ള ചിക്സിൻ്റെ എണ്ണം, ഫ്രീ ആയിട്ട് നമുക്ക് ആർക്കെങ്കിലും കൊടുക്കേണ്ടി വരുമ്പോൾ അങ്ങനെയുള്ള ചിക്സിൻ്റെ നമ്പേഴ്സ്, ഇതൊക്കെ നമ്മുടെ ഹാച്ചറി റെക്കോർഡ്സിൽ ഉണ്ടായിരിക്കും. ഹാച്ചറിയിൽ കീപ്പ് ചെയ്യുന്ന മറ്റൊരു രജിസ്റ്ററാണ് ബാച്ച് വൈസ് ഹാച്ചറി ഷീറ്റ് എന്ന് പറയുന്നത്. ഈ രജിസ്റ്ററിൽ ഉണ്ടായിരിക്കുന്ന ഡാറ്റാസ് എന്ന് പറയുന്നത്, നമ്മൾ എഗ്ഗ് സെറ്റ് ചെയ്യുക ഓരോ ബാച്ച് വൈസ് ആയിട്ടാണല്ലോ. അപ്പോൾ സീരിയൽ നമ്പർ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ നമ്പർ ഓഫ് എഗ് സെറ്റ്, ടോട്ടൽ എത്ര നമ്മൾ മുട്ട സെറ്റ് ചെയ്തിട്ടുണ്ട്, ഹാച്ചറിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്, ആ എഗ്ഗ് ഏത് സ്ട്രെയിൻ്റെ ഏത് ബേർഡിൻ്റെ എഗ്ഗാണ്, കോഴിയുടെ തന്നെ ഡിഫറെൻറ്റ് സ്പീഷീസ് ഉണ്ട്. അപ്പോൾ ഏത് സ്പീഷീസ് ആണ്, അതിൽ തന്നെ ഏത് സ്ട്രെയിൻസ് ആണ്, അതുപോലെ തന്നെ ഈ എഗ്ഗ് നമ്മൾ എവിടെ നിന്നാണ് കളക്ട് ചെയ്തത്, നമ്മുടെ ഫാമിൽ ഉണ്ടാക്കിയതാണോ അതോ പുറത്തുനിന്ന് നമ്മൾ വാങ്ങിയതാണോ, അങ്ങനെയുള്ള ഡീറ്റെയിൽസ്. അതുപോലെ ഹാച്ചിങ്ങിൻ്റെ സമയത്ത് നമ്മൾ കാൻലിംഗ് ചെയ്ത് കഴിയുമ്പോൾ ചില മുട്ടകളൊക്കെ നമുക്ക് ഡിസ്കാർഡ് ചെയ്യേണ്ടി വരേണ്ടതുണ്ട്. അതായത് ഫെർട്ടിലൈസ്ഡ് അല്ലാത്ത എഗ്ഗുകളൊക്കെ നമ്മൾ ഡിസ്കാർഡ് ചെയ്യും. അതുപോലെ
ഏർലി എംബ്രിയോണിക് ഡെത്ത് ഉള്ള എഗ്ഗുകളൊക്കെ ഡിസ്കാർഡ് ചെയ്ത് കളയും. അപ്പം അങ്ങനെ നമുക്ക് എത്രമാത്രം മുട്ടകൾ ഡിസ്കാർഡ് ചെയ്ത് കളയുന്നുണ്ട് അതിൻ്റെ എണ്ണം. അതുപോലെ നമ്പർ ഓഫ് ഹെഗ് ട്രാൻസ്ഫർ ടു ഹാച്ചർ. സെറ്ററിന് നമ്മൾ 18 ദിവസം കഴിയുമ്പോൾ കോഴിയുടെ മുട്ട ഹാച്ചറിലേക്ക് മാറ്റും. അപ്പോൾ ഹാച്ചറിലേക്ക് മാറ്റുമ്പോൾ ആ എത്ര എണ്ണം നമ്മൾ ഹാച്ചറിലേക്ക് മാറ്റിയിട്ടുണ്ട്, അതിൽ തന്നെ എത്ര മുട്ട വിരിഞ്ഞ് ചിക്കായിട്ട് മാറിയിട്ടുണ്ട്, അതിൽ എത്ര വീക്കായിട്ടുള്ള ചിക്കുകൾ ഉണ്ടായിരുന്നു, അതുപോലെ നമ്മൾ ഇതിൽ തന്നെ ഉണ്ടായിരുന്ന ചിക്കുകളിൽ കുറച്ചെണ്ണം നമ്മൾ അവിടെ തന്നെ ഫാമിൽ തന്നെ വളർത്തിയിട്ടുണ്ടാവുകയാണെങ്കിൽ ആ നമ്പർ ഓഫ് പുള്ള ചിക്സുകൾ, വളർത്തി വലുതാക്കിയ ചിക്കുകളുടെ എണ്ണം. ചിക്ക് ഔട്ടേൺ ആൻഡ് ഡിസ്പോസൽ രജിസ്റ്റർ. ഹാച്ചറിയിൽ കീപ്പ് ചെയ്യുന്ന മറ്റൊരു രജിസ്റ്ററാണ് ഇത്. ഓരോ ബ്രീഡ് വൈസ് ആയിട്ട് എത്രമാത്രം ചിക്സ് ഉണ്ട്, ഓപ്പണിംഗ് ബാലൻസ് എത്രയാണ്, എത്ര ചിക്സ് ഹാച്ച് ചെയ്തിട്ടുണ്ട്, ഓരോ സ്പീഷ്യസ് ഓരോ ബ്രീഡ് വൈസ് എത്രമാത്രം ചിക്സ് ഹാച്ച് ഔട്ട് ചെയ്ത് പുറത്ത് വന്നിട്ടുണ്ട്, അതിൽ നമ്മുടെ ഓൺ പർപ്പസിന് വേണ്ടി എത്രമാത്രം ചിക്സിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്തു, എത്ര എണ്ണത്തിന് നമ്മൾ വിറ്റു, അതല്ലെങ്കിൽ ഡിഫക്റ്റീവ് ആയിട്ടുള്ള ചിക്സ് ഉണ്ടാവും, അതിനെ എത്ര എണ്ണത്തിന് നമ്മൾ ഡിസ്പോസ് ചെയ്തു, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ആർക്കെങ്കിലും നമ്മൾ കൊടുത്തു, ക്ലോസിംഗ് ബാലൻസ് എത്രയാണ്, ഓരോ ബ്രീഡ് വൈസ് ചിക്സിന്റെ വില എത്രയാണ്, ഇതെല്ലാം ആണ് നമ്മുടെ ചിക്ക് ഔട്ടേൺ ആൻഡ് ഡിസ്പോസൽ രജിസ്റ്ററിൽ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കാറുള്ളത്. അതുകൂടാതെ റിമാർക്സ് കോളത്തിൽ ഫസ്റ്റ് ഡേയിൽ കൊടുക്കുന്ന വാക്സിനേഷൻ ആയിട്ടുള്ള മാരക്സ് ഡിസീസ് വാക്സിൻ കൊടുക്കുകയാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസും അതിന്റെ ഡേറ്റും ഒക്കെ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കാറുണ്ട്. ഫീഡ് മിൽ റെക്കോർഡ്. നമ്മുടെ ഫീഡ് മില്ലിൽ കീപ്പ് ചെയ്യുന്ന റെക്കോർഡ്സ് ആണ് ഫീഡ് മിൽ റെക്കോർഡ്സ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ഫീഡ് ഇൻഗ്രീഡിയൻറ്റ് രജിസ്റ്റർ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു രജിസ്റ്റർ തന്നെയാണ് ഫീഡ് മിൽ റെക്കോർഡ് എന്ന് പറയുന്നത്. പക്ഷേ ഒരൊറ്റ ഡിഫറൻസേ ഉള്ളൂ. ഫീഡ് മിൽ റെക്കോർഡ്സിൽ നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻസിനും ഓരോരോ രജിസ്റ്റർ കീപ്പ് ചെയ്യും. നേരത്തെ നമ്മൾ കണ്ടത് ഓരോ ഫീഡ് ഇൻഗ്രീഡിയൻസിനും കുറച്ച് പേജ് അലോട്ട് ചെയ്ത് എല്ലാം കൂടി ഒരൊറ്റ രജിസ്റ്റർ ആക്കുകയായിരുന്നു കണ്ടത്. എന്നാൽ ഇവിടെ ഫീഡ് മിൽ റെക്കോർഡിൽ ഓരോ ഇൻഗ്രീഡിയൻസിനും ഓരോ ബുക്ക് നമ്മൾ കീപ്പ് ചെയ്യുന്നു. ഫീഡ് മിൽ റെക്കോർഡ്സിൽ മുന്നേ പറഞ്ഞ റെക്കോർഡ്സിനോട് സിമിലർ ആയിട്ടുള്ള ഡേറ്റ് ഓഫ് പർച്ചേസ്, അതല്ലെങ്കിൽ നമ്മുടെ ഈ ലോട്ട് വന്ന ദിവസം, അതുപോലെ തന്നെ റിസീവ് ചെയ്ത സ്ഥലം, എത്ര എമൗണ്ട് റിസീവ് ചെയ്തിട്ടുണ്ട്, അതുപോലെ എന്തെങ്കിലും ഷോർട്ടേജ് ഉണ്ടോ, സ്റ്റോറേജ് സമയത്ത് എന്തെങ്കിലും ഡിഫക്റ്റീവായിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ബാച്ച് വൈസ് ആയിട്ട് ഓരോ ലോട്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. റിമാർക്ക് കോളത്തിലായിട്ട് നമ്മൾ ബിൽ നമ്പർ, അതുപോലെ പർച്ചേസ് ചെയ്ത റെസീപ്റ്റിൻ്റെ ഡീറ്റെയിൽസ്, യൂണിറ്റ് പ്രൈസ് എത്രയാണ്, മോഡ് ഓഫ് പേയ്മെൻറ്റ് എങ്ങനെയായിരുന്നു, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസുകളെല്ലാം തന്നെ രേഖപ്പെടുത്തി വെക്കുന്നു. സമ്മറി. ഈ യെല്ലോയിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തെല്ലാം എന്ന് ഒരു പ്രാവശ്യം കൂടി നമുക്ക് ആലോചിച്ച് നോക്കാം. ഫസ്റ്റ് വൺ, ഇമ്പോർട്ടൻസ് ആൻഡ് നീഡ് ഓഫ് ഡോക്യുമെന്റേഷൻ. എന്തിനു വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ഡോക്യുമെന്റേഷൻ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി. ടൈപ്പ് ഓഫ് ഡോക്യുമെന്റ്സ്, രണ്ട് തരത്തിലുള്ള ഡോക്യുമെന്റ്സ് ഉണ്ട്. അതായത് പ്രൊഡക്ഷൻ ഡോക്യുമെന്റ്സും അതേപോലെ തന്നെ ഫിനാൻഷ്യൽ ഡോക്യുമെന്റ്സ് എന്ന് രണ്ട് തരത്തിലുള്ള ഡോക്യുമെന്റ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കി. അത് കഴിഞ്ഞ് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് രജിസ്റ്റേഴ്സ് ഏതെല്ലാമെന്ന് നോക്കി. Attendance and daily wages register, building register, feed and feed ingredient register, feed additive and medicine register, egg outturn register, petty items or miscellaneous purchase register, layer farm records, broiler farm records, breeder farm records, hatchery records, അതുപോലെ തന്നെ batch wise hatchery sheet, chick outturn and disposal register, feed mill records. ഇത്രയും രജിസ്റ്റേഴ്സ് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നെല്ലാം നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ ഫീഡ് ആൻഡ് ഫീഡ് ഇൻഗ്രീഡിയൻറ്റ് രജിസ്റ്ററും ഫീഡ് മിൽ റെക്കോർഡ്സും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ രജിസ്റ്റേഴ്സ് എന്തെല്ലാമാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ.